നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തി ബ്രസീലിയൻ വണ്ടർ കിഡായിട്ടുള്ള എസ്റ്റവായോ വില്യനായിരിക്കും. എസ്റ്റവായോ വില്യൻ്റെ വിളിപ്പേര് മെസ്സിഞ്ഞോ എന്നാണ് എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡൽ ലിയോ മെസ്സിയാണ്. അത് പലപ്പോഴായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. മെസ്സിയെയും നെയ്മറെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എസ്റ്റവായോക്ക് മെസ്സിഞ്ഞോ എന്ന പേര് വന്നത് തന്നെ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സോ നേർക്ക് നേർ കളിക്കളത്തിൽ ഫുട്ബോൾ രാജാവിനെ കിട്ടാനുള്ളൊരവസരം നേർക്ക് നേർ കിട്ടുക എന്ന് പറയുമ്പോൾ വൈരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളൊരു താരത്തെ കളിക്കളത്തിൽ ലഭിക്കുക എന്നുള്ള വലിയ ഒരു അനുഗ്രഹമായിട്ടായിരിക്കും ഈ ഡ്രോയെ എസ്റ്റവായോ കാണുന്നുണ്ടാവുക. ഗ്രൂപ്പ് എയിൽ ലിയോ മെസ്സിയുടെ ഇന്റർ മയാമിക്കൊപ്പമാണ് എസ്റ്റവായോ വില്ലിൻ്റെ പാൽമിറാസ് വരുന്നത്. പാൽമിറാസ് ബ്രസീലിയൻ ക്ലബ്ബ് നേരത്തെ കൊപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ടതുകൊണ്ട്, ഈ വർഷമല്ല നേരത്തെ മുത്തമിട്ടതുകൊണ്ടാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം എസ്റ്റവായോ വില്യൻ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. പക്ഷേ അദ്ദേഹം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ എന്ന് പറയാം, ബ്രസീലിയൻ ലീഗിലെ സീസൺ കഴിഞ്ഞു, അതിൽ നോർമലി ഇംഗ്ലീഷ് സീസണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. 18 വയസ്സാകുമ്പോൾ അദ്ദേഹം ചെൽസിയിലേക്ക് എത്തും. ഓൾറെഡി ചെൽസിയുമായിട്ട് സൈനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഐഡോളിനെതിരെ കളിക്കാനുള്ള അവസരമാണ് ഇവിടെ എസ്റ്റവായോ വില്ലിന് വന്നിരിക്കുന്നത്. ഒരു സംശയവുമില്ല, ലിയോ മെസ്സിയുമായിട്ട് ഒരു താരതമ്യവും ഇപ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാരനെ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. എന്നാൽ ബ്രസീലിന് വലിയ പ്രതീക്ഷയാണ് എസ്റ്റവായോ വില്ലുള്ളത്. കഴിഞ്ഞ മത്സരത്തിലും പാൽമിറാസിന് വേണ്ടി അവൻ്റെ ഫ്രീ കിക്ക് ഗോൾ നമ്മൾ കണ്ടില്ലേ? എസ്റ്റവായോ എന്തൊരു പ്രകടനമാണ് ബ്രസീലിയറോ സിരിയയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഗോളിൻ്റെ കാര്യത്തിലും അസിസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഒന്നാമനായിട്ട് തലപ്പത്ത് നിന്നുകൊണ്ട് അവൻ മുന്നേറുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ലീഗിലേക്ക് പോകുമ്പോഴും അതേ മികവ് അവന് തുടരാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ചെറിയ പ്രായത്തിൽ വലിയ പ്രോമിസിങ് ടാലൻറ്റുകളായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പല വണ്ടർ കിഡുകളും മങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. അങ്ങനെയാവാതിരിക്കട്ടെ എസ്റ്റവായോയുടെ കരിയർ. നെയ്മറുടെ കളിയോട് ഏറെ സാമ്യമുള്ള കളിയായിട്ടാണ് എസ്റ്റവായോ വില്ലിൻ്റെ കളിയെ എല്ലാവരും കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഐഡോളിനെതിരെ കളിക്കാനുള്ള അവസരമാണ് ഇവിടെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരുങ്ങുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് എയിൽ പാൽമിറാസും FC പോർട്ടോയും അൽ അഹിലിയും ഇന്റർ മയാമിയുമാണ് ഒരുമിച്ചുള്ളത്. ഇതിൽ ആരൊക്കെ മുന്നോട്ട് എന്നുള്ളൊരു ചോദ്യമാണ്. പോർട്ടോ മുന്നോട്ട് പോകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പിന്നെ ആര് എന്നുള്ള ചോദ്യമുണ്ട്. അത് പാൽമിറാസോ ഇന്റർ മയാമിയോ ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹിലിയോ. ഇന്റർ മയാമിക്ക് വിന്നബിൾ ഗ്രൂപ്പ് എന്ന് അമേരിക്കൻ സോക്കർ ലോകം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ പാൽമിറാസിൽ നിന്നൊരു മാജിക് കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അവർ വരുന്നത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യവും കൊണ്ടാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ ബ്രസീലാണ് അടക്കി ഭരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കും. അതിൽ 4 ക്ലബ്ബുകളും ബ്രസീലിൽ നിന്നാണ് എന്ന കാര്യം ഓർക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.